ഇന്ത്യയുടെ അഭിമാനമായ നൂറ്റാണ്ടിലേറെ വിശ്വസ്തതയുടെ പര്യായമായ ടാറ്റ ഗ്രൂപ്പിൽ അത്ര നല്ല വാർത്തകളല്ല ഇപ്പോൾ കേൾക്കുന്നത്. ടാറ്റയുടെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ആഭ്യന്തര പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. കാര്യങ്ങൾ അത്ര നിസ്സാരമല്ലാത്തത് കൊണ്ട് പ്രശ്നത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് പോലും ഇടപെടേണ്ടി വന്നിരിക്കുന്നു. എന്താണ് ടാറ്റ ഗ്രൂപ്പിനുള്ളിൽ സംഭവിക്കുന്നത്? നമുക്ക് വിശദമായി നോക്കാം. ഈ പ്രതിസന്ധിയുടെ കേന്ദ്രം ടാറ്റ ഗ്രൂപ്പിന്റെ മാതൃ കമ്പനിയായ ടാറ്റ സൺസിന്റെ ഭൂരിഭാഗം ഓഹരികളും കൈയാളുന്ന ടാറ്റ ട്രസ്റ്റുകളാണ്. ട്രസ്റ്റിലെ അംഗങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇപ്പോൾ വലിയൊരു പിളർപ്പിലേക്ക് നയിച്ചിരിക്കുന്നത്. പ്രധാനമായും രണ്ട് ചേരികളായി ആളുകൾ തിരിഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ വിഭാഗം നിലവിലെ രീതികൾ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നോയൽ ടാറ്റ, വേണു ശ്രീനിവാസൻ എന്നിവർ ഈ വിഭാഗത്തെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. രണ്ടാമത്തെ വിഭാഗമാകട്ടെ വലിയ മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നവരാണ്. മെഹിലി മിസ്ത്രി, ഡാരിയസ് ഖമ്പാട്ട എന്നിവരുൾപ്പെടുന്ന ഈ വിഭാഗം ചില ബോർഡ് നിയമങ്ങളെ ശക്തമായി എതിർക്കുന്നു. ഇതോടെ ട്രസ്റ്റിനുള്ളിൽ 4 പേർ ഒരു ഭാഗത്തും 3 പേർ മറുഭാഗത്തും എന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ തർക്കങ്ങളുടെ യഥാർത്ഥ കാരണം? 3 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. 1. ബോർഡിലെ നിയമങ്ങൾ. 2. കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിലെ തർക്കങ്ങൾ. 3. ഏറ്റവും പ്രധാനപ്പെട്ടത് ടാറ്റ സൺസിന്റെ ലിസ്റ്റിംഗ്, അതായത് ഓഹരി വിപണിയിൽ പ്രവേശിക്കുന്നത്. റിസർവ് ബാങ്കിന്റെ നിയമം അനുസരിച്ച് ടാറ്റ സൺസ് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യേണ്ട സമയമായി. എന്നാൽ കമ്പനി ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതേസമയം ടാറ്റ സൺസിൽ 18% ഓഹരിയുള്ള ഷാപൂർജി പല്ലോഞ്ചി ഗ്രൂപ്പിന് ഈ ലിസ്റ്റിംഗ് നടത്താൻ സാമ്പത്തികമായി വലിയ നേട്ടമുണ്ട്. അതിനാൽ അവർ ലിസ്റ്റിംഗിനായി വാദിക്കുന്നു. ഇതും തർക്കങ്ങൾക്ക് ആക്കം കൂട്ടി. ഈ വിഷയത്തിൽ എന്തിനാണ് സർക്കാർ ഇടപെടുന്നത്? ടാറ്റ ഗ്രൂപ്പ് ഇന്ത്യയിലെ സാധാരണ ഒരു ബിസിനസ് ഗ്രൂപ്പ് അല്ല. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ നിർണായക സ്വാധീനമുള്ള ഒന്നാണ്. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന്റെ ഭരണം ആഭ്യന്തര തർക്കങ്ങൾ കാരണം സ്തംഭിക്കുന്നത് രാജ്യത്തിന് നല്ലതല്ല. അതുകൊണ്ടാണ് പ്രശ്ന പരിഹാരത്തിനായി 2 കേന്ദ്രമന്ത്രിമാർ തന്നെ ടാറ്റയുടെ തലപ്പത്തുള്ളവരുമായി ചർച്ച നടത്തുന്നത്. ഇതിനിടയിൽ ടാറ്റ ഗ്രൂപ്പിന്റെ തലപ്പത്തുള്ള ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ വളരെ ശ്രദ്ധയോടെയാണ് ഓരോ ചുവടും വെക്കുന്നത്. അദ്ദേഹം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കൂടെ നിൽക്കാതെ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇതൊരു സാധാരണ ബിസിനസ് തർക്കമല്ല. ടാറ്റ ഗ്രൂപ്പിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു പ്രതിസന്ധിയാണിത്. ടാറ്റ സൺസ് ഓഹരി വിപണിയിൽ വരുമോ? ആരാകും ടാറ്റയുടെ അടുത്ത അമരക്കാർ? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.